നേഹ ഈ എവിടെയാ? ആ ഉമ്മ ഞാൻ ഇറങ്ങാണ്. എത്ര നേരമായെന്നറിയോ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങിട്ട്? എവിടെയായിരുന്നടി? ആണോ? അതിന്ന് വീട്ടിൽ ഉസ്താദ് വരും, അപ്പൊ അതിന്റെ കുറച്ച് തിരക്കായിപ്പോയി. ഓ, പറഞ്ഞ സമയം കളയണ്ട, ഫസ്റ്റ് പീരീഡ് തന്നെ മുകുന്ദ സാറാ. 2000 years later. പണ്ടാടങ്ങനായിട്ട് അങ്ങനത്തെ പഠിപ്പിച്ച് മതിയായില്ലേടി. ഓ ഗൈസ്, ഞാൻ വന്നു. നീ ആദ്യം അമ്മൂമ്മക്ക് വായ വിളിന്ന് വായിക്കാനാണ് പോയത്. ഒന്ന് വിളിച്ചാ കോളെങ്കിലും എടുത്തൂടെ? എന്റെ ചക്കരക്കുടമേ, നീ ഒന്ന് അടങ്ങ്. ഇനി നിനക്കറിയില്ല മറ്റേ മണ്ടയില്ലാത്ത തെങ്ങ്, എന്റെ കസിൻ ആ പരട്ടയുടെ ദേഹത്ത് ഗന്ധർവം കൂടിയെന്ന്. എന്നിട്ട് അത് ഒഴിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പോയേക്കുമായിരുന്നു ചോറ്റാനിക്കര. കഥ അപ്പടി പോകൂ. പഠിച്ചോനെ, നിങ്ങൾ എന്തായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ടെക്നിക്കലി ഈ ഗന്ധർവന്മാർ എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ ആരാധനാദേവനാണ്. പുള്ളി എന്ന് പറയുമ്പോൾ നല്ല ഗന്ധർവന്മാരുണ്ട്, അതുപോലെ നല്ലതല്ലാത്ത ഗന്ധർവന്മാരുണ്ട്. ഇവര് ഈ കന്യകമാരായ പെൺകുട്ടികളെ നോക്കി അവരുടെ ദേഹത്ത് കയറും. എന്നിട്ട് അവരുടെ കന്യകാത്വം അതിന് പഠിക്കാൻ വിട്ട കാലത്ത് നന്നായിട്ട് പഠിക്കണം, അല്ലാതെ മാംഗോ സീഡ് പറക്കി നടന്നിട്ട് ഒരു കാര്യമില്ല. അല്ല, അപ്പൊ ശരിക്കും ഗന്ധർവനൊക്കെ ഉള്ളതാ? എടി, ഇതൊക്കെ ഉള്ളതാണ്, പക്ഷെ ഇതിൽ ഒരുപാട് റിസ്കി എലമെന്റ്സുകൾ എന്റെ വീക്ഷ കോണകത്തിൽ ഞാൻ കാണുന്നു. അങ്ങനെ ഒരുപാടുണ്ട്. ആണോ? അതെന്താ പരിപാടിയാ? ഞാനീ പറഞ്ഞു തന്നിട്ട് വേണം എന്റെ വാപ്പ സുഹൈൽ എന്റെ അടുത്ത് ബുദ്ധിയെ ഒട്ടിക്കാൻ കൂടി. ഓ, അത് നീ സിനിമയിലൊന്നും കണ്ടിട്ടില്ല? ഈ രാത്രി 12 മണിയുടെ ഏതോ ഒരു യാമത്തിൽ നമ്മള് ചെന്ന് ഈ പാലപ്പൂവിന്റെയോ അല്ലെങ്കിൽ ചെമ്പകത്തിന്റെ ഒക്കെ അടിയിൽ നിന്ന് വിളിച്ചാൽ മതി, കാവിന്റെ ഒക്കെ. ഏത് അപ്പൊ ഗന്ധർവൻ വരുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പരീക്ഷിക്കണ്ടട്ടാ, അതിനിതൊക്കെ ഉള്ളതാ. ആർക്കറിയാം? അല്ലടി, ഞങ്ങളൊക്കെ വിളിച്ച ഗന്ധർവൻ വരുമോ? പിന്നെ ഞങ്ങളൊക്കെ വിളിക്കുമ്പോ ഓടി വരാനാ കാര്യം ഞങ്ങളുടെ അമ്മയുടെ മോനും. അല്ല, നീ കന്യാസ്ത്രീയില്ലേ, അപ്പൊ കുഴപ്പമില്ല. അതവിടെ നിന്നും പോയി. അല്ല, നീയൊക്കെ മറ്റേ അസൈൻമെന്റ് വെച്ചാ? അയ്യോ, ഏത് അസൈൻമെന്റ്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ദേവി, ഞാൻ പോണില്ലെങ്കിൽ നാളെ രാവിലെ ഉണ്ണിസാർ എന്നെ ഉപ്പിലിട്ട് വെക്കും. ഇനി ഞാനായിട്ട് പോവാൻ നിൽക്കുന്നതിനാ ഞാനും പോണു. എന്റെ പഠിച്ചോനെ, ഞാനൊക്കെ വിളിച്ച ഈ ഗന്ധർവൻ വരുമോ? അല്ല, ഇനി വിളിച്ചിട്ടെന്തിനാ? റബ്ബേ, അവർ പറയുന്ന പോലും വല്ല ആയിരിക്കും. അല്ല, എന്താ സംഭവിക്കുന്നതെന്ന് അറിയണല്ലോ, ഒന്ന് പോയി നോക്കാം. എന്തായാലും ഇറങ്ങിയില്ലേ, ഇതൊക്കെ ഉള്ളതാണോന്ന് അറിയണമല്ലോ. എന്റെ റബ്ബേ, ഇതെന്താ ഇവിടെ ഇത്ര സൗണ്ടൊക്കെ? അയ്യോ, അല്ല, എന്ത് രസം ഇവിടെ രാത്രി ഇങ്ങനെ കാണാനായിട്ട്. ഇതില്ലേ പാലം വരം, എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലല്ലേ ഈ ഗന്ധർവൻ വരും? ഗന്ധർവ, അയ്യോ, ഇപ്പോഴേക്ക് മലയാളം അറിയുവനെ. എന്തായാലും ഇതൊക്കെ അറിയാൻ എനിക്ക് വല്ലാത്തൊരാഗ്രഹം. ഇതൊക്കെ ഉള്ളതാണോ ശരിക്കും? നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നിലൊന്ന് വരണേ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. പഠിച്ചോനെ, എന്താ അവിടെ? ആവശ്യമില്ലാതെ ഓരോന്ന് കാട്ടിയിട്ട്. പഠിച്ചോനെ, എന്തായിരുന്നു അവിടെ? അന്ന് കിടന്നപ്പോഴാ ഒന്ന് ശ്വാസം നേരെ വീണത്. നേഹ, ഇന്ന് നമുക്ക് ക്ലാസ്സിലല്ലോ? ഇല്ലമ്മ. എന്താ? മോളെ, പാപ്പയ്ക്ക് അറിയണ ഒരു കൂട്ടരാണ്, അവരിന്ന് മോളെ കാണാൻ വരും. ഉമ്മ, ഇതൊന്നും ഇത്ര പെട്ടെന്ന്? എനിക്കിപ്പോഴൊന്നും വേണ്ട ഉമ്മ കല്യാണം, ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി. അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടി, നിന്റെ പാപ്പേരെ നിനക്കറിയാലോ. പഠിച്ചോനെ, ഞാൻ ആയ കാലം മുതൽ കാണാം എൻ്റെ ഉമ്മ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഉമ്മയ്ക്ക് ഒരു വിലയില്ല ഇവിടെ, അതുപോലെ എനിക്കാവണ്ട. ഹലോ, എന്താ അത്? ആരാ അവിടെ?
നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? അത് ശരി, ഭവതി തന്നെയല്ലേ എന്നെ വിളിച്ചത്? അയ്യോ, പഠിച്ചോനാണ് സത്യം, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല. നിങ്ങൾ ആരാ? അത് ശരി, ഞാൻ ഗന്ധർവൻ. റബ്ബേ, ഇതൊക്കെ ഉള്ളതാണോ? നിങ്ങളെ കള്ളം പറയല്ലേ? അതു ശരി, എനിക്ക് ഭവതിയോട് കള്ളം പറയേണ്ട എന്ത് ആവശ്യമാണുള്ളത്? നിങ്ങള് ഗന്ധർവനാന്ന് എനിക്ക് എങ്ങനെ അറിയാം? നിങ്ങളെ വല്ല കള്ളനോ ആണെങ്കിലോ? ഓ, എന്നാൽ സംശയം മാറാനായി ഭവതി എന്തെങ്കിലും ഒരു കാര്യം പറയും, ഞാനത് സാധിച്ചു തരാം. എന്നാ നിങ്ങള് എനിക്ക് പോകുന്ന കല്യാണാലോചന മുടക്കി തരുമോ? നോക്കൂ, എനിക്ക് വിധിയെ മാറ്റാൻ കഴിയില്ല, പക്ഷേ ഇന്നത്തെ അവരുടെ വരവ് വേണമെങ്കിൽ ഞാൻ മുടക്കിത്തരാം. പഠിച്ചോനെ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് അതും മാറ്റിയാ? മോളെ, ചെക്കനും കൂട്ടർക്കൊന്നും വരാൻ പറ്റില്ലെന്ന്, എന്തോ മുടക്കുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ഒറിജിനൽ അല്ലേ? ഇതൊക്കെ ഉള്ളതാ? അപ്പോ ഇപ്പൊ വിശ്വസിച്ചല്ലോ? അല്ല, ഇത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. പക്ഷേ അത് ഭവതി പാലപ്പൂവിന് പകരം ഗന്ധർവ പുഷ്പത്തിന്റെ മുന്നിൽ നിന്ന് വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി. പൂ മാറിപ്പോയല്ലേ? പക്ഷെ ഈ ഗന്ധർവം വരുമ്പോ ഈ കാറ്റൊക്കെ വരേണ്ടതാണല്ലോ. ഞാൻ ഗന്ധർവൻ കണ്ട് ഞങ്ങളെ ഇങ്ങനെ വിലയിരുത്തരുത് കുട്ടി. അല്ല, നിങ്ങള് ഗന്ധർവന്മാരൊക്കെ സംസാരിക്കുമ്പോ നിങ്ങള് വേറെ രീതിയിലല്ലേ സംസാരിക്ക? ഭവതി മെഴുകിൽ ചെന്താമര പോലെ, മന്ദഹാസം പുഴയുടെ താളം പോലെ, പാട്ടിലൂടെ തേനും മാന്ത്രികവും ചാലിച്ചു നൽകുന്നവനീ ഞാൻ ഈ വത്സുന്ദരിയെ കാണാൻ വന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? റബ്ബേ, വേണ്ട, നിങ്ങള് നേരത്തെ സംസാരിച്ച പോലെ തന്നെ സംസാരിച്ചാ മതി. എന്നാ ശരി. അല്ല, ഇനി വല്ല സംശയങ്ങളുമുണ്ടോ? അല്ല, നിങ്ങള് ശരിക്കും പാലയുടെ മുന്നിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാ നിങ്ങള് വരുവോ? എന്ത്? ആരാണ് ഈ വെട്ടിച്ചരങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്? അല്ല, നിങ്ങളങ്ങനെ വിളിച്ച നിങ്ങള് വരുന്നാണല്ലോ കേട്ടതും കണ്ടതൊക്കെ. നോക്കൂ, നാം കാണുന്നതും കേൾക്കുന്നതും എപ്പോഴും സത്യമാകണം എന്നില്ല. അല്ല, അപ്പൊ നിങ്ങളെങ്ങനെ വരിക? നോക്കൂ, ഞാനൊരു ആരാധനാ ദേവനാണ്. എനിക്ക് എന്റേതായ പവിത്രതകളുണ്ട്, മൂല്യങ്ങളുണ്ട്. നിങ്ങൾ കാണുന്നതോ കേൾക്കുന്നതോ പോലെയല്ല ഞാനൊരു ശൃംഗാര രാജാവല്ല. ഞാൻ ദർശനം നൽകുന്നത് എന്നെ ഭക്തിയോടെ പ്രണയിക്കുന്നവരുടെ മുന്നിലാണ്. ആണല്ലേ? അപ്പൊ നിങ്ങളെ പറ്റി കേട്ടതൊക്കെ കള്ളം? ഭവതി കേട്ടത് എന്താണ് എന്ന് എനിക്കറിയില്ല. അത് സത്യമോ മിഥ്യയോ എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. അല്ല, അപ്പൊ നിങ്ങള് എന്റെ മുന്നിൽ എന്തിനാ വന്നേ? എല്ലാം പറയാൻ എനിക്ക് സാധിക്കില്ല. ഗന്ധർവൻ വശീകരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് പോകാനുള്ള സമയമായി. ബാക്കി ചോദ്യോത്തരങ്ങൾ ഇനി അടുത്ത വരവിന് നൽകാം. റബ്ബേ, ഞാനിപ്പോ എന്തൊക്കെയാ കണ്ടേ? ഇതൊക്കെ ശരിക്കും സത്യമാണോ? ആവണി, അതെനിക്കൊരു കാര്യം പറയണ്ട്. ആടി, എന്താ പറയേ? ആവണി, ഞാൻ ഇന്നലെ ഗന്ധർവനെ കണ്ടടി. എന്നോട് എന്നെ ഗന്ധർവെന്ന് സംസാരിച്ചു. എന്റെ നിക്കി, ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞല്ലേ ഈ പെണ്ണിനോട് ഇമാതിരി ഒന്നും പറയരുതെന്ന്. ഇനി ഇത് എന്റെ തലക്കിട്. പോണ്ണേ അങ്ങോട്ട്. റബ്ബേ, ഞാൻ സത്യാ പറയണേ, നിങ്ങൾ വിശ്വസിക്ക്. ഇതേതോ കൂടിയ പ്രാന്താണ്. അത് സാരല്ലേ, സുഹയിൽ 2 തേപ്പ് തീർക്കുമ്പോ അതൊക്കെ തീർന്നോളൂ. പെണ്ണെ, എന്റെ വാപ്പാനെ പറഞ്ഞാണ്ടല്ലോ. എല്ലാം ക്ലിയർ. തന്തയ്ക്ക് വിളിച്ചപ്പോ തിരിച്ചു വിളിച്ചാലോ? അപ്പൊ കുഴപ്പമില്ല. സാരല്ല, ഇങ്ങനത്തെ വട്ടക്കടക്ക് വരുന്നത് നല്ലതാ. എന്റെ പഠിച്ചോനെ, ഇത് ഞാനൊന്ന് ആരോടാ പറയാ? ഭവതി, റബ്ബേ, നിങ്ങൾ ഇവിടെ വന്നാ? എന്നെ പറ്റി മറ്റാരോടും പറയരുത്. ഇല്ലില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ പറയൂടെ. പെണ്ണെ, നീ ആരെ വായി നോക്കി നിൽക്കുവാന്ന് വന്നേ. പഠിച്ചോനെ, ഇവിടൊന്നും ഇല്ലല്ലോ. എന്നെയാണോ അന്വേഷിക്കുന്നത്? ഏയ് അല്ലല്ല, നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ പൊക്കോളാം. എന്നെ പേടിയാണോ? അതിപ്പോ സംസാരിക്കുമ്പോ ഏതോ സാഹിത്യകാരനോട് സംസാരിക്കുന്ന പോലെ ഉണ്ട്. ഓ, അതാണ്. എന്നാൽ സംസാര ശൈലി മാറ്റാം.
അല്ല നിങ്ങൾക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവൂലേ? ഇല്ലെന്നേ. അല്ല, ഇനി ഒരു സംശയമുണ്ടോ? അയ്യോ, സൗണ്ട് മാറിയല്ലേ? അതെന്താ അത്ര മോശമാണ്? അയ്യോ, അങ്ങനെയല്ല, കൊള്ളാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും നിക്ക് പറഞ്ഞ പോലെ നിങ്ങൾ നല്ല ഗന്ധർവന്മാരും മോശം ഗന്ധർവന്മാരൊക്കെ ഉണ്ടോ? ആഹാ, ഇങ്ങനത്തെ കണ്ടുപിടുത്തൊന്നും ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനൊന്നും ഇല്ല അല്ലേ? ഇനി വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇനി അടുത്ത പരമിനെ ചോദിക്കൂ. എനിക്ക് പോവാൻ നേരമായി. ഞാൻ കണ്ടത് നിങ്ങള് വിളിക്കുമ്പോ വരും, കൊറേ നേരം ഇരിക്കും എന്നൊക്കെയാണല്ലോ. ഞാനും നിങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ടൈം ഗ്യാപ്പാണ്. അതുപോലെ ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരുപാട് നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് കുട്ടിക്ക് തന്നെയാണ് ദോഷം ഉണ്ടാക്കുക. ആണല്ലേ? നിങ്ങള് നാളെ വരുമോ? ആണോ? വരണമെങ്കിൽ വരാം. വരണം. എനിക്ക് ഒരുപാട് സംശയമുണ്ട്. നാളെ എനിക്ക് അവധിയാ, അപ്പൊ കുറെ ചോദിക്കാമല്ലോ. പിന്നെ നാളെ പെട്ടെന്ന് പോവല്ലേ? നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും പുറത്ത് മറ്റൊരാളെടുത്ത് പറയരുത്. അതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാനിവിടെ വന്നതിന്റെ പർപ്പസ് മറ്റൊന്നാണ്. ആണല്ലേ? എന്നാ ശരി. ഗന്ധർവ, പറയൂ. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങള് ഒരു കുട്ടികളുടെ ദേഹത്ത് കയറിയിട്ട് അവരുടെ കന്യകാത്വം കൊണ്ട് പോകുന്നൊക്കെ. ആണോ? കുട്ടി ഇത് മാങ്ങ പറക്കി കൊണ്ടുപോകുന്ന ഒരു ലാഘവത്തിലാണല്ലോ പറയുന്നത്. ഇതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, അപ്പൊ ഞാനോ? ഞങ്ങൾ ഭൂമിയിൽ വരുന്നതിന് പിറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല അതിന്റെ സത്യാവസ്ഥ. ഇപ്പൊ നെഹയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തരണമെങ്കിൽ എന്ന് വെച്ചാൽ, ഞാനൊരു വർക്ക് ചെയ്യുന്നു ഇവിടെ. ആ വർക്ക് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് എനിക്ക് ഒരിടത്ത് കൊണ്ട് കാണിക്കണം. അതിനാണ് ഞങ്ങളെ പോലുള്ള പല ഗന്ധർവന്മാരെ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് അയക്കുന്നത്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അല്ലാതെ ഇതൊന്നും നിസ്സാര പരിപാടിയല്ല. അല്ല, അപ്പൊ എന്റെ മുന്നിൽ വന്നതോ? എന്തായാലും നേഹ വിചാരിക്കുന്നത് പോലെ ഞാൻ നേഹയുടെ കന്യകാത്വം ഒന്നും കൊണ്ടുപോകാൻ വന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു ദർശനം ലഭിക്കണമെങ്കിൽ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭക്തി വേണം, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നേഹയുടെ മുന്നിൽ അതൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒറ്റൊരു കാരണമേ ഉള്ളൂ. എന്തെങ്കിലും കാണുമല്ലോ, അത്രയും അറിഞ്ഞാൽ മതി. അതിൽ കൂടുതൽ പറയാൻ എനിക്ക് അനുവാദമില്ല. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചല്ലേ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കൂ. കാരണം എനിക്ക് നാളെ കൂടെ ഇവിടെ നിൽക്കാനേ അനുവാദമുള്ളൂ. അതിനുശേഷം എനിക്ക് തിരിച്ചു പോകണം. അപ്പോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓ, അപ്പൊ നിങ്ങൾക്ക് ഈ കാമം അതൊന്നും ഇല്ലല്ലേ? അതെല്ലാവർക്കും ഉള്ളതാണ്. ഈ കാമം എന്ന് പറയുമ്പോ ആഗ്രഹമാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ശരീരത്തോട് മാത്രമുള്ള ഒരു ആഗ്രഹമല്ല. എന്തിനോടും ആവാം. പണത്തിനോടുള്ള കാമം, അല്ലെങ്കിൽ ഒരു വസ്തു നേടാനുള്ളതോ, അങ്ങനെ പലതിനോടുള്ള കാമങ്ങളുണ്ട്. ഇപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നേരം ഞാൻ കുട്ടിയുടെ മുന്നിൽ നിന്നു. കുട്ടിക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയോ? ഇല്ല. ഞാൻ പറഞ്ഞില്ലേ നേഹ, ഇതിന്റെയൊക്കെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് വെളിപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൊ ശരിക്കും എന്റെ അടുത്ത് വന്നതിലെന്തോ കാര്യമില്ലേ? അത് എന്തായിരുന്നു? നോക്കൂ നേഹ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേഹയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതെന്റെ ഒരു കടമയാണ്, അതെന്റെ ഒരു കർമ്മമാണ്. അപ്പൊ ഞാൻ അതെന്തായാലും ചെയ്യണം. അതെനിക്ക് ഞാൻ ചെയ്യേണ്ട ഒന്നാണ്. അതെനിക്കൊരിക്കലും അതിന്റെ പുറകിലുള്ള കാരണം എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ വന്നത് ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് വളരെ ഭംഗിയായി. ഞാനുമായിട്ട് ബന്ധപ്പെട്ടതാണോ? തീർച്ചയായിട്ടും അതെ. ഞാൻ വന്ന കാര്യം ഞാൻ വളരെ മനോഹരമായിട്ട് ചെയ്തു തീർത്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ യാത്ര പറയാൻ പറ്റണം എന്നില്ല നേഹയോട്. അതുകൊണ്ട് ഞാൻ നേഹയോടായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ. നേഹയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അതൊന്നും നേഹ ഒരിടത്ത് തളച്ചിടാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അത് തെറ്റാണോ എന്നുള്ളൊരു ചിന്ത ഇപ്പോഴും നേഹയിലുണ്ട്. കാരണം ചിലപ്പോൾ അത്
നേഹയുടെ ചുറ്റുമുള്ള ഒന്ന് രണ്ട് പേർക്ക് വേണ്ടി അവർക്ക് വിഷമമാവുമോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നേഹ മാറ്റി വെക്കാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷെ നേഹ ചെയ്യുന്നതിൽ ധർമ്മമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും നേഹയ്ക്കൊരു വെളിച്ചമായി കൂടെ ഉണ്ട്. നേഹയുടെ മനസ്സിൽ എന്ത് പറയുന്നു അത് ചെയ്തു. ചില സമയത്ത് ചില ബന്ധങ്ങൾ പല കാര്യങ്ങളും നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ മാത്രമേ നമുക്ക് മറ്റു പല കാര്യങ്ങളിലും നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നേഹ നന്നായിട്ട് പഠിക്കുക, നേഹയുടെ ആഗ്രഹം പോലെ ജീവിക്കുക. അതൊരിക്കലും ഒരാൾക്ക് വേണ്ടി മാറ്റി വെക്കരുത്, ഒരിക്കലും തളച്ചിടരുത്. ഒരിക്കലും ഒരു തെറ്റൊന്നും അല്ല കേട്ടോ, അത് ക്രിമിനൽ കേസൊന്നും ആവാൻ പോകുന്നില്ല. നേഹ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ആദ്യം കുറച്ചു പേർക്ക് എതിർപ്പുകൾ കാണും, തീർച്ചയായിട്ടും കാണും. പക്ഷെ അത് പിന്നെ ശരിയായിക്കോളും, കാലക്രമേണ എല്ലാം ശരിയാവും. ആ വിശ്വാസത്തിലൂടെ നേഹ പോവാ, ഒരു തെറ്റുമില്ല അതിൽ കേട്ടോ. പിന്നെ ഇപ്പോഴും നേഹയിൽ എത്താത്തൊരു വിഷയമുണ്ട്, കാലം മറച്ചു വെച്ചൊരു വലിയ സത്യം. അതൊരു ദിവസം നേഹയെ തേടി വരുമ്പോ ഒരിക്കലും അത് വേണ്ടെന്ന് വെക്കരുത്. കാരണം അതിന് അത്രത്തോളം സത്യമുണ്ടതിൽ, അത്രത്തോളം എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒരുപാടുണ്ടതിൽ. നേഹ അത് എന്തായാലും നേഹയ്ക്കത് എന്താ പറയാ, അതിൽ ന്യായമുണ്ട്, സത്യമുണ്ട്, സ്നേഹമുണ്ട്, പ്രണയമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ചേർത്ത് പിടിക്കണം, ഒരിക്കലും ഉപേക്ഷിക്കരുത് ഒരു കാരണം കൊണ്ട്. എനിക്ക് അത്രയ്ക്ക് പറയാനുള്ളൂ. അപ്പോ എല്ലാം മംഗളകരമായി അവസാനിക്കട്ടെ. ഇന്നല്ലേ പോകുന്നേ, എന്നിട്ട് കണ്ടില്ലല്ലോ. ഇന്നലെ പറഞ്ഞല്ലേ ചിലപ്പോഴേ വരാൻ പറ്റുന്നു. എന്താ അത്? ടേക്ക് ദിസ് വിത്ത് യു, ദ ഡയറക്ഷൻ ഫോർ ഇന്നസെൻസ് ആൻഡ് മിനിമലിസ്റ്റ് ബൈ ജി. നേഹ, ആ ചേട്ടൻ എപ്പോൾ എത്തി? അവനൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്താ ചേട്ടാ? എനിക്ക് ഇങ്ങനെ വളച്ചൊടിച്ച് പറയാനൊന്നും അറിയില്ല ആക്ച്വലി. എനിക്ക് നേഹയെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വീട്ടിലെ പാരൻസിനെ കൊണ്ടുവന്നൊരു പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ നേഹയ്ക്ക് നോക്കിയാണോ? അയ്യോ, അങ്ങനെയൊക്കെ എൻ്റെ കയ്യിൽ റെഡ് റോസ്, ഇയാളുടെ കയ്യിൽ വൈറ്റ് റോസ്. ഫോൺ ഗൂഗിളിലെ 1 white rose means innocence and 1 red rose means minimalist form of deep love. നേഹയ്ക്ക് ക്ലാസ് ഉണ്ടോ? എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. എക്സ്ക്യൂസ് മീ മിസ്റ്റർ കാശിനാഥൻ, ഞങ്ങൾ രണ്ടുപേരോട് സംസാരിക്കുന്നത് എനിക്ക് കണ്ടുകൂടെ? ഏട്ടൻ ചോദിച്ചില്ലേ എനിക്ക് ഓക്കെ ആണോ എന്ന്? അല്ല, ഇതെന്റെ ബോയ് ഫ്രണ്ടാണ്. അല്ലേ കാശിയേട്ടാ? ചേട്ടൻ എന്നാ പോക്കോ, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, പിന്നെ കാണാം. അതെ അതെ അതെ. നാട്ടിലെ റൗഡികൾക്കൊക്കെ എന്താ ഇവിടെ കാര്യം? ഞാനത് ചുമ്മാ ഇതുവഴി ഇങ്ങനെ പോയപ്പോ കയറിയതാ. പണ്ട് നാട്ടു തള്ളൊക്കെ കഴിഞ്ഞിട്ട് നാട് വിട്ടല്ലേ, ഇപ്പൊ എന്താണാവോ ഉണ്ണി തിരിച്ചു വന്നത്? ദൈവത്തെ അനാവശ്യം പറയരുത് കേട്ടോ. തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പോയത് അത് അവിടെ ഒരു ജോലി ശരിയാണ്ട് പോയതാ. അതൊക്കെ ഓക്കെ. അപ്പോ ഇപ്പൊ എന്തിനാണാവോ കൊണ്ട് എന്നെ തപ്പി ഇറങ്ങിയത്? അത് ഇവിടെ എന്റെ ഒരു അമ്മായിയുടെ മോൻ പഠിക്കുന്നുണ്ട്, അപ്പോ അവനെ ഒന്ന് വിളിക്കാൻ വേണ്ടി വന്നതാ. അല്ല, അമ്മായിയുടെ മോനെ പൂവൊക്കെ കൊടുത്ത് വരവേൽക്കാൻ അയാൾ എന്താ വല്ല യുദ്ധം ജയിച്ചോ? അത് ഞാൻ ഇങ്ങനെ ചുമ്മാ കൊടുക്കാൻ കൊണ്ടുവന്നതാ. ഓ, അപ്പൊ ഞാനിത് വിശ്വസിക്കണമായിരിക്കണം അല്ലേ? അതെ അതെ അതെ. അല്ല, താങ്കൾ ഏതോ പെണ്ണ് കേസ് കാരണമാണ് നാട് വിട്ടു പോയതെന്നൊക്കെയാണല്ലോ കേട്ടത്, സത്യമാണോ? പെണ്ണേഴ്സാ? ഞാനൊന്നുമില്ല, അത് കുട്ടിക്ക് ആള് മാറിയതായിരിക്കും. അത് പണ്ട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കുട്ടി ഇപ്പൊ ഇറങ്ങിപ്പോയി ആ വധൂരി വൃത്തിയോട് പറഞ്ഞു, അപ്പൊ അങ്ങനെ അടിച്ചതാ. അതെന്താ പണ്ട് ഇപ്പൊ ഇഷ്ടമല്ല കുട്ടീനെ? അത് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ പറയാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി. ഓ, ആ കൊച്ചിനെ അച്ഛനെ കയറി അടിച്ചിട്ട് ഇനി അയാളെ കെട്ടിച്ചു തരൂ എന്നുള്ള പേടിയാണോ? അതൊന്നുമില്ല, അവക്ക് ഇഷ്ടപ്പെടാന്നുള്ളൊരു പേടി. അല്ല, റൗഡി എന്തിനാണാവോ അദ്ദേഹത്തെ അടിച്ചത്? അത് അയാൾ പണ്ട് ജാതിയുടെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കി, അതുകൊണ്ടാണ്. അതിനിപ്പോ എന്താ, റൗഡി ചെയ്ത് നല്ല കാര്യല്ലേ? അപ്പൊ കൊച്ചിനോടൊക്കെ പറഞ്ഞാ പോരെ?
അത് ശരിയാവത്തില്ല. ചിലപ്പോ ആ കുട്ടിക്ക് അവളുടെ ഫാമിലിനെ വിട്ട് വരേണ്ടി വന്നാലോ. അതിപ്പോ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മൾ ചിലതിനൊക്കെ ഉപേക്ഷിക്കേണ്ടി വരില്ലേ? അതിപ്പോ നമുക്ക് പറയുമ്പോ പറയാം, പക്ഷെ അത് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ പിന്നെ ഇനി ഇവിടെ ഒരു നോക്കുത്തിനെ പോലെ വെള്ള റോസ് പിടിച്ച് നിക്കണമെന്നില്ല. പൊക്കോ, ആ അമ്മയുടെ മോനോ മരുമോനോ ആർക്കാ കൊണ്ടുകൊടുക്ക്. അല്ല, നീ എന്തിനാ എങ്ങനെ പൂവൊക്കെ പിടിച്ചിട്ട് നിക്കുന്നേ? അതോ, അതൊരു സിദ്ധം പറഞ്ഞു, ഞാൻ ഇന്നിവിടെ ഈ റെഡ് റോസും പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫിലെ പ്രണയത്തിനെ കണ്ടുമുട്ടാൻ പറ്റും എന്ന്. പക്ഷേ അത് വെറും മണ്ണുണ്ണിയായി പോയി എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ദേ, അനാവശ്യം പറയരുത് കേട്ടോ, ഞാൻ മണ്ണുണ്ണിയൊന്നുമല്ല. ആഹാ, റൗഡിയാണ് ആ മനുഷ്യനെന്ന് എന്നോട് സിദ്ധം പറഞ്ഞിട്ടില്ല. എങ്കിൽ പിന്നെ വെറും മണ്ണുണ്ണിയാണല്ലോ. ദേ പെണ്ണെ, മിണ്ടാതിരിക്കുന്നെന്നും പറഞ്ഞ് എന്ത് അനാവശ്യം പറയാവുന്നാണോ? പിന്നെ ഒന്ന് ഇഷ്ടം പോലും തുറന്നു പറയാൻ പറ്റാത്ത നിങ്ങളെ ഞാൻ ധീരതയ്ക്കുള്ള അവാർഡ് നൽകി ഇവിടെ അങ്ങ് ഇരുത്താം. ആഹാ, തല്ലി ഒരാളുടെ മോളെ പ്രേമിച്ചിട്ട് അവളോട് ചെന്ന് ഇഷ്ടം പറയുമ്പോ എങ്ങനെയിരിക്കും? അത് പറയുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അയ്യോ, ആ ഇഷ്ടമൊക്കെ പണ്ടായിരുന്നില്ലേ, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അത് പിന്നെ നിനക്ക് കല്യാണമൊക്കെ ആയില്ലേ, അപ്പൊ പിന്നെ ഞാനിനി എന്തോ ചെയ്യാനാ? അപ്പൊ കല്യാണമായി എന്നറിയാവുന്ന ഒരു കുട്ടീനോടാണോ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നേ? അത് പിന്നെ അതിനു മുമ്പേ നീ അറിയണമെന്ന് തോന്നി, അതുകൊണ്ടാ പറയാൻ വന്നേ. അയ്യോ, ആണോ? എന്തറിയാനാ? എനിക്ക് മനസ്സിലായില്ല. ദേ, ഒരുമാതിരി മറ്റെടുത്ത പരിപാടി കാണിക്കില്ല. ഇത് നിനക്കറിയില്ല എനിക്ക് എന്നെ ഇഷ്ടമെന്ന്. അല്ലേ, ഇതെന്താ ഭീഷണിയോ? ഒന്ന് ഇഷ്ടം പോലും തുറന്നു പറയാൻ അറിയാത്ത ഒരാളുടെ എങ്ങനെ അങ്ങോട്ട് തിരിച്ചിഷ്ടമെന്നെങ്കിലും പറയാം. ഓ, ഇനിയിപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞാലോ, നിന്റെ വാപ്പ എന്തായാലും നടത്തി തരാൻ അങ്ങേർക്ക് ഒരു ഉദ്ദേശവും കാണത്തില്ല. വാപ്പ എന്തിനാ നടത്തി തരുന്നേ? നമ്മളല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നേ, അപ്പൊ എന്തോ? അതൊന്നും അതെ, ഇവിടെ വെള്ള റോസ് പിടിച്ച് നിൽക്കാതെ ഇയാൾക്ക് എന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ വാപ്പയോട് എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കും. പിന്നെ ഞാൻ ചോദിക്കുമ്പോഴേക്കും നടത്തി തരാൻ അയാളായിട്ടുണ്ടേ. ചോദിച്ചിട്ട് നടത്തി തന്നില്ലെങ്കിൽ ഇയാളുടെ കൂടെ ഞാൻ ഇറങ്ങി വരും, അല്ലാതെന്ത്. പക്ഷെ ഒറ്റൊരു കണ്ടീഷൻ. അതെന്താ? ഇയാൾ എന്നെ കെട്ടിക്കഴിഞ്ഞാലും എനിക്ക് പഠിക്കണം, എനിക്ക് നല്ലൊരു ജോലി കിട്ടണം, എനിക്ക് അങ്ങനെയൊക്കെ ജീവിക്കണം. അല്ല, ഇപ്പൊ തോന്നാനും മാത്രം എന്താ ഉണ്ടായേ? അതുപോലെ തന്നെ ഭഗവതിനെ കണ്ണുംപൂട്ടി വിശ്വസിക്കുന്നതാണാവോ കാരണം? എടോ, അതിപ്പോ എന്റെ കല്യാണം എന്തായാലും വാപ്പ നടത്തും. അയാളിപ്പോ എന്റെ ആഗ്രഹങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനത്തെ ഒരു സമൂഹമാണല്ലോ നമ്മുടെ ചുറ്റും. പുരോഗമനമുണ്ട്, എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ലടോ. പിന്നെ താൻ ചോദിച്ചില്ലേ എനിക്കെന്താ തന്നോട് ഇത്ര വിശ്വാസമൊന്നും? തനിക്ക് ഓർമ്മയുണ്ടോ? 18 വയസ്സ് കഴിഞ്ഞൊരു കുട്ടി, എല്ലാവരുടെയും കളിച്ചിരിച്ച് നന്നായിട്ട് പഠിച്ച് ഫ്രീ ആയിട്ട് നടക്കേണ്ട ഒരു പ്രായം. ആ പ്രായത്തിൽ എല്ലാവരും കൂടെ പിടിച്ച് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ താനെന്നോട് കയറി വന്നിട്ട് എല്ലാവരും അടിച്ചെടുത്ത് താനെന്ന് പറഞ്ഞൊരു കാര്യമില്ലേ, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കേണ്ടത്, അതുപോലെ ഒരുപാട് പഠിക്കണം, ഈ പ്രായം അങ്ങനെയാണ്, അങ്ങനെ ഒരുപാടെന്ന് പറഞ്ഞു. അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിന് അത്രത്തോളം സത്യം ഉണ്ടായിരുന്നല്ലോ. പിന്നെ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും ഒരുപാട് വില നൽകുന്ന ഈ രേവതി ടീച്ചറിന്റെ മോനെ എനിക്ക് എന്തായാലും വിശ്വാസമുണ്ട്. ഓ, അപ്പൊ അതിനിടയ്ക്ക് ഇത്ര വലിയ ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലേ? അല്ല, ഈ മേൽ പറഞ്ഞ പോലെ ഒന്നുമല്ല ഞാൻ വെറും ചെറ്റയാണെങ്കിൽ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. അല്ല പെണ്ണെ, നിനക്ക് നിന്റെ തന്തേനെ അടിച്ച ആളുടെ കൂടെ പോയി ഒരു നാണവും മാനമില്ല. അതിനിപ്പോ ഞാനെന്താ തൻ്റെ കൂടെ വരാൻ മടിക്കണ്ടേ? പിന്നെ ജാതിയും മതവും പറഞ്ഞത് എൻ്റെ വാപ്പയല്ല, സുഹേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കിട്ടിയതെന്തും നന്നായി. അപ്പൊ എന്തായാലും നീ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ. എന്തായാലും നിന്റെ തന്ത എനിക്ക് കെട്ടിച്ചു തരത്തില്ല. നിന്റെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ചാടാം. ആണോ? താൻ ആദ്യം ഇവിടെ നിന്ന് എന്നോട് മര്യാദക്കൊന്ന് ഇഷ്ടമാന്ന് പറ, പിന്നെയല്ലേ ബാക്കി. ഹായ് നേഹ, ഞാൻ ഇത് സുല്ലിയാകണോ? നീ വന്ന് ഓ വേണ്ട, അവളോ അഴകില്ലേ, വേണ്ട എനിക്ക് കേട്ടണ്ട. ഒരു കാര്യം ചെയ്യാം, ജീവിതം ഒരുപാട് കിടക്കില്ലേ, ഞാൻ ഡെയിലി ഒരു 2 പ്രപ്പോസൽ വെച്ചങ്ങ് ചെയ്യാം. അപ്പൊ സെറ്റല്ലേ? ഓ വേണമെന്നില്ല, ഞാൻ ഇതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നു, നീ എന്തിനാ അവിടെ റോസും പിടിച്ച് നിൽക്കുന്നേ? അതൊരു ലോങ് സ്റ്റോറി, പറയാൻ പറ്റത്തില്ല.
അല്ല, ഇത്രയും ദിവസം കുലുങ്ങാതിരുന്ന നിങ്ങളെന്താ ഇന്നും ഒന്ന് എന്നെ പ്രപ്പോസ് ചെയ്തേ? അതൊരു കഥ. അയ്യോ. അല്ല, അപ്പൊ നിനക്കിപ്പോ വന്ന ആലോചന എന്ത് ചെയ്യും? അതൊക്കെ പൊളിഞ്ഞിട്ട് 2-3 ദിവസമായി. അത് ശരി, ഞാൻ മുടക്കാൻ നോക്കിയിട്ട് പോലും നടന്നില്ല. പിന്നെ ഇതെങ്ങനെയാണ്? വല്ല ഗന്ധർവലിയിലായിരിക്കും. അല്ല, റോസ് വെറുതെ ആയിപ്പോണ്ട. ഓ ആയിക്കോട്ടെ, ഇനി വെറുതെ ആയിപ്പോണ്ട. സാറിൻ്റെ റോസ് വാങ്ങിച്ചാ അപ്പൊ കണക്ക് ടാലി ആവത്തില്ല. താങ്ക് യു. എന്നാലും അവിടെ ഇവിടെ കറങ്ങി നിൽക്കണ്ട് പോക്കോ. ആ അമ്മായിയുടെ മോൻ വരുമ്പോ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അല്ല, ഇനിയിപ്പോ പോണു ഇങ്ങനെ കായസ്ഥിതിക്ക്. അയ്യടാ, എന്ത് സ്ഥിതി? പോയെ പോണോ? ആ പോണം. ഇത് കോളേജാണ്, അത് മറക്കണ്ട. എടാ, അവക്ക് വേണ്ടി ഞാൻ അടി ഉണ്ടാക്കി ഇവിടെ നിന്ന് ഞാൻ നേരെ ബോംബെ. അവിടെ നിന്ന് അവക്ക് വേണ്ടി നേരെ ഇങ്ങോട്ട് വന്നപ്പോ അവളുടെ തന്ത ഏതോ എരപ്പാടിക്ക് കെട്ടിച്ചുടുക്കാൻ പോവാ. എടാ നീയൊന്ന് അടങ്ങ്. എന്തുവാടാ? വെയിറ്റ്. എടാ, എനിക്കറിയാം. കല്യാണം മുടക്കാൻ നോക്കി ആ വൃത്തികെട്ടവനെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അവന് പറ്റത്തില്ല. എന്നിട്ട് അവനിട്ട് 2 പൂശി. അപ്പോഴും അവന് പറ്റത്തില്ല. ആ വൃത്തികെട്ടവന്റെ കണ്ണ് അവളുടെ തന്ത കൊടുക്കാന്ന് പറഞ്ഞ സ്വത്തിലാണ്. എടാ കാശി, നീ എന്തിങ്ങനെ? നീ ഒന്ന് കൂളാവ്. എന്നിട്ടും പോട്ടെ, അവളുടെ തന്ത എന്റെ മുഖത്ത് നോക്കി പറഞ്ഞടാ, നിനക്ക് പറ്റുമെങ്കിൽ അവളെ ഇറക്കിക്കൊണ്ടുപോകാൻ നീ നോക്കണേ. ഇപ്പൊ എനിക്ക് അവളോട് ചെന്ന് പറയാൻ പറ്റുമോ? പണ്ട് ഞാൻ നിന്റെ തന്ന എന്നെ അടിച്ചിട്ടുണ്ട്, അയാളുടെ മോളായ നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നീ എൻ്റെ കൂടെ ഇറങ്ങി വരണം, അയാൾ കല്യാണം നടത്തി തരത്തില്ല, ഇപ്പൊ ഉള്ള വന്ന ചെറ്റ നീ വെറും സ്വത്ത് കണ്ടിട്ടാ വന്നെന്ന് എനിക്ക് പറയാൻ പറ്റൂടാ? പോട്ടെ, ആവുകനെ അറിയോന്ന് പോലും എനിക്കറിയത്തില്ല. ആയ കാലത്ത് പോയി പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയാണെന്ന് കരയേണ്ടി വരില്ലായിരുന്നല്ലോ. എടാ, പണ്ട് മുതലേ നിനക്കറിയാമല്ലോ, ഇവളുടെ തന്തയും ചേട്ടനും തമ്മിൽ ഞാൻ അത്ര രസത്തിലല്ല. പിന്നെ ഇവരുടെ പെങ്ങളും മോളുമാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ നോക്കിയിട്ടാണോ പ്രേമിക്കാൻ പറ്റുന്നത്? പക്ഷെ തന്തയുടെയും ചേട്ടന്റെയും ഒന്നും ഗുണം തിരിഞ്ഞ സ്വഭാവമാണ് കൊച്ചിനില്ല. നല്ലൊരു കൊച്ചാണ്. പക്ഷെ ചെന്ന് പറയാനായിട്ട് എനിക്ക് പറ്റണ്ടേ? കുറെ പരിപാടികളല്ലേ നമുക്ക് ഇതിന്റെ ഇടയില്. അങ്ങനെ ഇവിടെ അടിച്ചു കയറി അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നു. പിന്നെ കുറച്ച് പേടി കാണത്തില്ലേ, അതുകൊണ്ടാണ്. അതെ, ഇപ്പോഴും സമയം വൈകിട്ടൊന്നുമില്ല. ആ ബോധമുള്ള കൊച്ചാണല്ലോ അത്. നിനക്ക് വേണമെങ്കിൽ ഇപ്പോഴായാലും ചെന്ന് പറയാം. പിന്നെ നീ ഇവിടെ അടിച്ച് ഓഫായി കിടന്നു, എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോകും. ഓക്കെ ബൈ, ഞാൻ പോകാം. എന്റെ പ്രേമം വന്നു പുതിയ വേസ്റ്റായി. നീ ഇതൊന്നും കാണുന്നില്ലേ ഭഗവാനെ? കാശി ആരാ?